ധോലക് അദ്ദേഹത്തിന്റെ കളിപ്പാട്ടമാണ്. ശ്രീ മീർ ഹാജി കാസം, പത്മശ്രീ ജേതാവ് 2026. എനിക്കെങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അക്കാര്യത്തിൽ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ എന്റെ ഡോലക് സംസാരിക്കുമായിരുന്നു. മനസ്സിലായോ? ആളുകൾ അത് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവർ എന്നെ ഹാജി രമക്കുടു സാഹിബ് എന്ന് വിളിക്കുന്നത്. ഗുജറാത്തിലെ ജൂനാഗഡ് സ്വദേശിയായ ഹാജി കാസത്തിന് ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. സംഗീത പാരമ്പര്യമുള്ള മീർ വിഭാഗത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പിതാവ് വിവിധ ചടങ്ങുകളിൽ ധോലക് വായിച്ചാണ് കുടുംബം നോക്കിയിരുന്നത്. കാസം തന്റെ പിതാവിനെ പിന്തുടർന്ന് ധോലക് വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ പോലെ വൈദഗ്ധ്യം നേടാൻ നിരന്തരം പരിശീലനം നടത്തി. കൗമാരത്തിൽ പകൽ സമയം ഹോട്ടൽ ജോലി ചെയ്യുകയും ഒപ്പം പിതാവിനൊപ്പം ഭജനകളും മറ്റു സംഗീത പരിപാടികളും അവതരിപ്പിച്ചു. പ്രശസ്തയായ ദിവാളി ബേനോടൊപ്പം നവരാത്രിയിൽ അദ്ദേഹം ഒരു ഒറ്റയാൽ പ്രകടനം പോലും നടത്തി. പ്രശസ്ത നാടോടി ഗായകൻ പ്രാൺലാൽ വ്യാസിനൊപ്പം നടന്ന ഒരു കച്ചേരിയിൽ പിതാവിന് പകരം വേദിയിലെത്തിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. കാസം, നിന്നേക്കാൾ മിടുക്കനാണ് ഈ കുട്ടി. എന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ കൂടെ കൂട്ടിക്കൊള്ളാൻ. ഹാജി കാസം പ്രാൺലാൽ വ്യാസിനൊപ്പം 50 വർഷം വേദി പങ്കിട്ടു. ഇരുവരുടെയും സംഗീത പ്രാഗൽഭ്യത്താൽ അതൊരു ആഴത്തിലുള്ള ബന്ധമായി. ഇങ്ങനെ ഹാജി ഭജനയും ഖവാലിയും ഗസലും വായിക്കുന്നതിൽ ഒരു വിദ്വാനായി മാറി. അദ്ദേഹം ഒരു പ്രത്യേക ശൈലി രൂപപ്പെടുത്തി ധോലക്കിനെ ഒരു മുഖ്യവാദ്യമാക്കി മാറ്റി. ഗുജറാത്തിൽ വരൾച്ച സമയത്ത് പശുക്കൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അവയ്ക്ക് ഭക്ഷിക്കാൻ പുല്ലോ വൈക്കോലോ ഇല്ലായിരുന്നു. ഹാജി കാസം ഒരു ഗോശാല പദ്ധതി ആരംഭിച്ചു. പശുക്കൾക്ക് തീറ്റ വാങ്ങുന്നതിനായി ഫണ്ട് സമാഹരിക്കാൻ അദ്ദേഹം ഏകദേശം 30,000 പരിപാടികൾ അവതരിപ്പിച്ചു. എനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരത്തോടെ എന്റെ ജീവിതം മുഴുവനായി അനുഗ്രഹിക്കപ്പെട്ടു. ഈ പുരസ്കാരം ലഭിച്ചതിനാൽ ഞാൻ എല്ലാവരെയും രാജ്യത്തെ ഒന്നടങ്കവും നമസ്കരിക്കുന്നു. ശ്രീ മീർ ഹാജി കാസം, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.